നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടയാൻ പൊതുമേഖലാ സ്ഥാപനമായ KSIDC കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ വൻതോതിൽ ജനങ്ങളുടെ പണം ധൂർത്തടിച്ചതായി വിവരം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ സുപ്രീം കോടതിയിൽ നിന്നടക്കമുള്ള പ്രമുഖ അഭിഭാഷകരെ വൻതുകയ്ക്ക് രംഗത്തിറക്കിയെങ്കിലും അനുകൂല വിധി സമ്പാദിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞില്ല. ഹൈക്കോടതിയിൽ സ്വന്തമായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിലവിലുള്ളപ്പോഴാണ് ഒരു സിറ്റിംഗിന് 25 ലക്ഷം രൂപ വരെ ഈടാക്കുന്ന മുതിർന്ന അഭിഭാഷകനെ ഉപയോഗിച്ച് KSIDC കേസ് നടത്തിയത്. ഏതാണ്ട് 1.25 കോടിയോളം രൂപയാണ് ഈ വകയിൽ പൊതുഖജനാവിൽ നിന്നും നഷ്ടമായത്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് പോലും ഈ ഭീമമായ തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനം വിമുഖത കാട്ടി. CMRL കമ്പനിയിൽ നിന്നും 13.41% നിക്ഷേപമുണ്ടെന്ന വാദമുയർത്തിയാണ് അന്വേഷണത്തിൽ നിന്നും KSIDC ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചത്. എന്നാൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിധിയിലേക്കും അന്വേഷണം നീളുന്ന സാഹചര്യത്തിൽ അധികാരമേറ്റ പുതിയ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നിർണായകം. CMRLുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം അവസാനിപ്പിക്കണമെന്നും അവിടെയുള്ള ഓഹരികൾ പിൻവലിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഔദ്യോഗിക ഫയലിൽ KSIDC മാനേജിംഗ് ഡയറക്ടർ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. മുൻപ് കമ്പനികളിലെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായി CMRLന്റെ പേര് പരിഗണനയ്ക്ക് വന്നിരുന്നെങ്കിലും രാഷ്ട്രീയ ഭരണതലങ്ങളിലെ സമ്മർദ്ദത്തെ തുടർന്ന് നടപ്പിലായില്ല. ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വവും ഇനി പുതിയ ഭരണകൂടത്തിനാണ്. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും KSIDC സ്വകാര്യ കമ്പനിയുമായുള്ള ബിസിനസ് ബന്ധങ്ങൾ നിലനിർത്തുന്നത് വലിയ ദുരൂഹതകൾക്ക് വഴിവെക്കുന്നുണ്ട്. KSIDCയുടെ പ്രതിനിധികളായ CMRL ഡയറക്ടർ പദവി അലങ്കരിച്ചിരുന്നവർ അവിടെ നിന്നും കൃത്യമായ ആനുകൂല്യങ്ങളും ശമ്പളവും കൈപ്പറ്റിയിരുന്നതായാണ് വിവരം. ഇവരിൽ പലരും ഔദ്യോഗിക പദവികളിൽ നിന്ന് വിരമിച്ച ശേഷം ഇതേ കമ്പനിയുടെ സ്വതന്ത്ര ഡയറക്ടർമാരായി മാറിയതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. SFIOയുടെ അന്വേഷണം സജീവമായതിനു ശേഷമാണ് ഇത്തരത്തിൽ ശമ്പളം വാങ്ങുന്ന രീതി അവസാനിപ്പിച്ചത്. മുൻപ് അന്വേഷണ ഏജൻസികൾ CMRLനെ പ്രതിക്കൂട്ടിലാക്കിയപ്പോൾ ഓഹരി പങ്കാളിത്തമുള്ള പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കമ്പനിയുടെ വിശദീകരണം തേടിയ KSIDC ചെയർമാന് സ്വന്തം സ്ഥാനം വരെ നഷ്ടപ്പെടേണ്ടി വന്നിരുന്നു. അതേസമയം CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ 18.36 കോടി രൂപ അടങ്ങുന്ന അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് വൃത്തങ്ങൾ അറിയിക്കുന്നു. നിക്ഷേപങ്ങൾ, ബാങ്ക് നിക്ഷേപങ്ങൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ, അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഉൾപ്പെടുത്തും. അതേസമയം ആരുടെ ഏതൊക്കെ വിധത്തിലുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചതെന്ന് ED വ്യക്തമാക്കിയിട്ടില്ല. 242 അക്കൗണ്ടുകൾ മരവിപ്പിച്ചെന്നായിരുന്നു വിവരം. ഇതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ട്, CMRLുമായി ബന്ധപ്പെട്ട ചില അക്കൗണ്ടുകൾ എന്നിവ മരവിപ്പിച്ചതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ വരേണ്ടതുണ്ട്. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED സംഘത്തിന് നേർക്കുണ്ടായ ആക്രമണം പെട്ടെന്നുണ്ടായതല്ലെന്നും ആസൂത്രിതമാണെന്നും ED അറിയിക്കുന്നുണ്ട്. യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കെ ഇഷ്ടികകളും ഇരുമ്പുവടികളും ഉപയോഗിച്ച് ആക്രമിച്ചെന്നും ED പറയുന്നു. 3 കാറുകളാണ് ആക്രമണത്തിന് ഇരയായത്. ഒരു കാറിന്റെ ഡ്രൈവർക്ക് ആക്രമണത്തിൽ പരിക്ക് പറ്റി ഏകദേശം 4 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇന്നലെ സഖാക്കൾ മൂലം സാധാരണക്കാരായ ഡ്രൈവർമാർക്കുൾപ്പെടെ സംഭവിച്ചിരിക്കുന്നത്.